സാഹിത്യവാണി വായന നിറയട്ടെ വാനോളം. വിദ്യാരംഗം മലയാളം ഓൺലൈൻ റേഡിയോ. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1200 മിഥുനമാസം 5-ാം തീയതി 2025 ജൂൺ 19. സാഹിത്യവാണിയുടെ ആദ്യ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കേൾക്കണേ, കൂട്ടുകൂടണേ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് വായനാ ദിനമാണ്. പ്രശസ്ത ചിന്തകനും ഇംഗ്ലീഷ് എഴുത്തുകാരനുമായ ഫ്രാൻസിസ് ബേക്കണിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ചില പുസ്തകങ്ങൾ രുചിച്ചു നോക്കേണ്ടവയാണ്, ചിലത് വിഴുങ്ങേണ്ടതും, അപൂർവ ചിലത് ചവച്ചരച്ച് ദഹിപ്പിക്കേണ്ടതും. അപ്പോൾ കൂട്ടുകാരെ, ഇന്നു മുതൽ നമുക്ക് വായനയുടെ പുതിരുചി തേടാം. വായനാ ദിനത്തിന്റെ ചരിത്ര പശ്ചാത്തല വിവരണവുമായി എത്തുന്നു 7ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീലക്ഷ്മിയും 6ാം ക്ലാസ് വിദ്യാർത്ഥി ഐഷാനും. സാഹിത്യവാണിയിൽ നമുക്കിനി ഇരുവരുടെയും വാക്കുകൾക്ക് കാതോർക്കാം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പുതുവായിൽ നാരായണ പണിക്കർ എന്ന P.N. പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 ആണ് വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയുടെ മഹത്വം എല്ലായിടത്തും എത്തിക്കുന്നതിനായി സനാതന ധർമ്മം വായനശാല ആരംഭിച്ചാണ് ശ്രീ P.N. പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം കേരളമുടനീളെ സഞ്ചരിച്ച് വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന് കുട്ടികളോട് ആഹ്വാനം ചെയ്തു. ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിൽ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനാ വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു. വായനയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത്. ഒരു നല്ല പുസ്തകം വായിക്കുന്നതിലൂടെ നമ്മുടെ മൂല്യങ്ങളും ചിന്താശേഷിയും വികസിപ്പിക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം. വായന നമ്മുടെ മനസ്സിനെ വിശാലമാക്കുകയും നമുക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഭാഷാപരമായ കഴിവുകളെ മെച്ചപ്പെടുത്തുന്നു. കൂടുതൽ വായിക്കുവാനും അറിവ് നേടുവാനും ഈ വായനാദിനം നമ്മെ പ്രേരിപ്പിക്കട്ടെ. ഓരോ ദിവസവും കുറഞ്ഞ പക്ഷം ഒരു പുസ്തകത്തിലെ ഒരു പേജെങ്കിലും വായിക്കാൻ നമുക്ക് ശ്രമിക്കാം. കലോത്സവങ്ങൾ വിദ്യാർത്ഥികളുടെ സർഗാത്മകതയെ ഉണർത്തുന്നു. സബ് ജില്ലാ കലോത്സവത്തിൽ കഥാരചനാ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി സഞ്ജനയുടെ മാതൃവെളിച്ചം എന്ന കഥ കേൾക്കാം സാഹിത്യവാണിയിൽ ഇനി. മാതൃവെളിച്ചം. സമയം രാവിലെ 8 മണിയായി. മീനുക്കുട്ടി ഇപ്പോഴും ഉറക്കം തന്നെ. പെട്ടെന്നാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റത്. ഭിത്തിയിലെ ക്ലോക്കിൽ 8 മണിയെന്ന് കണ്ടപ്പോൾ അവൾ ചാടിപ്പിടച്ച് എഴുന്നേറ്റു. മുറ്റത്ത് നോക്കിയപ്പോൾ അമ്മ തൂത്തുവാരുന്നത് കണ്ടു. ഇന്ന് സ്കൂളിൽ പോകേണ്ടേ? അമ്മ എന്താ വിളിക്കാത്തെ? അങ്ങനെ പലതും ആലോചിച്ചിരിക്കുമ്പോഴാണ് അമ്മ വന്നത്. ആഹാ, മീനുക്കുട്ടി എഴുന്നേറ്റോ? ഞാൻ വിളിക്കാൻ വരികയാ. അമ്മ എന്നോട് മിണ്ടണ്ട. അമ്മയ്ക്കിപ്പോ എന്നോട് സ്നേഹമേ ഇല്ല, അവൾ പറഞ്ഞു. അമ്മയുടെ കണ്ണുകൾ അപ്പോൾ നിറയുന്നത് അവൾ കണ്ടു. അമ്മ പിണങ്ങിയോ? മീനുക്കുട്ടി ചോദിച്ചു. അമ്മ അവളെ സ്നേഹത്തോടെ വാരിയെടുത്തു. ഇല്ലാട്ടോ, വേഗം എഴുന്നേറ്റ് റെഡിയാകാൻ നോക്ക്, സ്കൂളിൽ പോകേണ്ടേ, അമ്മ പറഞ്ഞു. മീനുക്കുട്ടി ഓടിപ്പോയി പല്ല് തേച്ച് കുളിച്ച് റെഡിയായി നിന്നു. സ്കൂൾ ബാഗ് എടുത്തു നൽകി അമ്മ അവളെ യാത്രയാക്കി. പെട്ടെന്ന് അമ്മയ്ക്ക് അസ്വസ്ഥതകൾ തോന്നി തുടങ്ങി. കാലുകൾ കുഴയുന്നു, കാഴ്ചകൾ മങ്ങുന്നു. അമ്മ നിലത്തു വീണു. കുറെ നേരത്തിനു ശേഷം അപ്പുറത്തെ വീട്ടിൽ നിന്നും പായസം നൽകാൻ വന്ന ലക്ഷ്മിയാണ് അത് കണ്ടത്. അവളുടെ കയ്യിലെ പായസം നിലത്ത് വീണു. നാട്ടുകാരെല്ലാം അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചു. തിരിച്ചു വീട്ടിലെത്തിയ മീനു കണ്ടത് അമ്മയുടെ ചൈതന്യച്ച ശരീരമായിരുന്നു. അമ്മയുടെ ചിത കത്തിക്കാനുള്ള സമയമായി. ഈറനണിഞ്ഞ മീനു അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തി. എല്ലാവരും പിരിഞ്ഞുപോയി. പക്ഷേ മീനുക്കുട്ടി അവിടെ തന്നെ നിന്നു. അവളുടെ ഉള്ളിലെ ദുഃഖത്തിന് കൂട്ടായി മഴ ആർത്തിരമ്പി. അവളുടെ കണ്ണിൽ നിന്നും ഇച്ചി വീണ കണ്ണീർ തുള്ളികളും മഴത്തുള്ളികളും കൂടിച്ചേർന്നു. അപ്പോൾ അവൾ ഇന്ന് മലയാളം ക്ലാസ്സിൽ മാഷ് പഠിപ്പിച്ച വാചകങ്ങൾ ഓർത്തു. കത്തി എരിയുന്ന ചിതയെ നോക്കി അവൾ പറഞ്ഞു, സൂര്യനേക്കാൾ വെളിച്ചമുണ്ട് അമ്മയ്ക്ക്.
സംഗീതം ഇഷ്ടപ്പെടാത്ത ശ്രോതാക്കൾ ഉണ്ടാവില്ല. വായനാ ദിനവുമായി ബന്ധപ്പെട്ട് മനോജ് പുളിമാത്ത് എഴുതിയ കവിതയ്ക്ക് മനോഹരമായ ഈണവുമായി എത്തുന്നു ദേവനന്ദ. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് പുരസ്കാര ജേതാവും നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ദേവനന്ദയുടെ ഈണം കേൾക്കാം സാഹിത്യവാണിയിൽ ഇനി. എനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. വായനക്കാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ. വായനക്കാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ. ജന്മം സമർപ്പിച്ചൊരക്ഷര സ്നേഹിയാം PN പണിക്കരോടേറെ ഇഷ്ടം. ജന്മം സമർപ്പിച്ചൊരക്ഷര സ്നേഹിയാം PN പണിക്കരോടേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. മലയാള കവിതാ സാഹിത്യം പുതുതലമുറ എഴുത്തുകാരാൽ സമ്പന്നമാണ്. പുതുകവിതയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കവയിത്രിയാണ് കണ്ണൂർ സ്വദേശിയായ ആതിര R. മാതൃഭൂമി കവിതാ പുരസ്കാരം, കൊൽക്കത്ത കൈരളി തുഞ്ചൻ പുരസ്കാരം, മികച്ച കലാലയ കവിതയ്ക്കുള്ള AN പ്രദീപ് കുമാർ അനുസ്മരണ പുരസ്കാരം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുള്ള ആതിര ഗവേഷകയും കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹൈസ്കൂൾ മലയാളം അധ്യാപികയുമാണ്. പുതുകവിതകളുടെ പ്രത്യേകതകളെക്കുറിച്ചും തന്റെ കവിതകളെക്കുറിച്ചും കവയിത്രിയുടെ വാക്കുകളിലൂടെ നമുക്ക് അടുത്തറിയാം. നമ്മൾ ഒരുപക്ഷെ പിന്തുടർന്നു വന്ന എല്ലാ പാരമ്പര്യ രീതികളെയും മാറ്റിവെച്ചുകൊണ്ട് ആരും പറയാത്ത ഏറ്റവും ചെറുതുകളിലെ ഏറ്റവും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെ ജീവിതത്തെ വളരെ മനോഹരമായി ചിലപ്പോൾ 4 വരികളിലൂടെ, ചിലപ്പോൾ ദീർഘമായ കവിതകളിലൂടെ പുതുരചനകൾ മുന്നോട്ട് വെക്കുകയാണ്. വ്യക്തിപരമായി എൻ്റെ കവിതകളിലേക്ക് വരുമ്പോൾ എൻ്റെ കവിതകളിലും ഈ പറഞ്ഞതുപോലെ ഞാൻ വളർന്ന ചുറ്റുപാട്, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, എൻ്റെ നാട്, എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടു വളർന്ന ചില കാര്യങ്ങൾ, എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ അത്രമേൽ സ്വാധീനിച്ച ചില കാര്യങ്ങൾ, ഇതൊക്കെയാണ് കവിതയ്ക്ക് വിഷയമായിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ വിഷയമാവുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ എനിക്ക് സമൂഹത്തോട് പറയാനുള്ള ചില കാര്യങ്ങൾ, ചില രാഷ്ട്രീയങ്ങൾ കവിതയുടെ ഭാഗമായി മാറുന്നുണ്ട്. എൻ്റെ വീട് നിൽക്കുന്നത് കുറെ കണ്ടൽക്കാടുകൾക്കും തോടുകൾക്കും ഒക്കെ ഇടയിലാണ്. അപ്പോൾ തീർച്ചയായും എൻ്റെ കവിത ഒരുപക്ഷെ ആവർത്തിച്ച് സംസാരിച്ചത് ആ തോടുകളുടെയും കണ്ടൽക്കാടുകളുടെയും കഥകളെക്കുറിച്ചാണ്. അതോടൊപ്പം എൻ്റെ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ച്, എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ കൊതിയോടെ കാത്തിരുന്ന മുറുക്ക് വിൽക്കാൻ വരുന്ന ചേച്ചിയെക്കുറിച്ച്, അങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറുതെന്ന് നമുക്ക് തോന്നുന്ന എന്നാൽ അത്രയും സൗന്ദര്യമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്. അത്തരത്തിൽ എഴുതിയ ഒരു കവിത ഞാൻ വായിക്കാം. കവിതയുടെ പേര് അതേ കടൽ. ഉള്ളിലെ കടല് വറ്റി ഉപ്പുപാത്രം പോലാകുമ്പോൾ ഉടുതുണിയില്ലാതെ ഉപ്പട്ടിക്കിടയിലേക്ക് ഇറങ്ങിപ്പോകുന്നൊരുവളെക്കുറിച്ച് ഒരു കഥയുണ്ട്. പച്ച ഇലകളിലേക്ക് അവൾ ഉപ്പ് കുടയും നേരം പാതിയിലേറെയും
ആകാശത്തേക്ക് തെറിച്ച് നക്ഷത്രമാവും. തെറിച്ചു നിൽക്കുന്ന 2 നക്ഷത്രമെടുത്ത് കൊണ്ട കെട്ടിയ മുടിയിൽ തിരുകി വെക്കും. എന്തിനാണ് പാതിരാവിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതെന്ന് ചോദിച്ച് തോട്ടിൻകരയിലെ മാളത്തിൽ നിന്ന് തീട്ട ഞണ്ടുകൾ സദാചാരം ചമയുമ്പോൾ കണ്ണിലെ കോട്ടിമണികൾ ഉരുട്ടി ഉരുട്ടി അവള് പേടിപ്പിക്കും. ഉപ്പട്ടിക്കിടയിലെ മുള്ളെടുത്ത് അവൾ മൂക്കുത്തിയിടുമ്പോൾ പറന്നു വന്നൊരു മിന്നാമിനുങ്ങ് അതിൽ മഞ്ഞക്കല്ല് പതിക്കും. ഇഴഞ്ഞിഴഞ്ഞു പോവുമ്പോൾ അഴിഞ്ഞഴിഞ്ഞു പോയ കുപ്പായമെല്ലാം ചേർത്തു വെച്ച് അവള് നാണം മറിക്കും. തോട്ടിലെ വെള്ളം ഉറങ്ങാൻ കിടന്നെന്നുറപ്പായാൽ ഒച്ചയുണ്ടാക്കാതെ അവള് കണ്ണാടി നോക്കും. നോക്കിയിരിക്കുമ്പോൾ നിലാവ് കയറി മടിയിലിരിക്കും. മുലയൂട്ടുമ്പോൾ ഉപ്പിക്കുന്നുണ്ടോടാ എന്ന് അവൾ ഉറക്കെ ചോദിക്കും. കടലായിരുന്നല്ലേ കടലായിരുന്നല്ലേ എന്ന് അവന്റെ കവിള് തുടിക്കും. വയറു നിറഞ്ഞെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് അവൾ നിറഞ്ഞു തുളുമ്പും. അത് കഴിഞ്ഞ് ഉപ്പട്ടിക്കിടയിലൂടെ കൈവീശിയൊരു നടത്തമുണ്ടവൾക്ക്. കിഴക്ക് ഇരുട്ടിന് വെള്ള പുതച്ചു തുടങ്ങുമ്പോൾ മുള്ളൻ പന്നി മുള്ളു കുടയും പോലെ സൂര്യൻ പുതപ്പു കുടയും. പോവുന്നില്ലേ എന്ന് ഉപ്പട്ടി തല കുലുക്കും. മഞ്ഞക്കല്ല് പറന്നിറങ്ങും. കൊണ്ടകെട്ടിയ മുടി അഴിഞ്ഞു വീഴും. നക്ഷത്രം കളിക്കാൻ പോകും. കുപ്പായങ്ങളൊക്കെ നടത്തത്തിൽ അവളും അഴിച്ചിടും. വന്നതുപോലെ തിരികെ പോകണമെന്നത് അവൾക്ക് നിർബന്ധമാണ്. പക്ഷേ ഉള്ളിലെ കടല് വറ്റിയതാണ്. ഉപ്പെല്ലാം പലയിടത്തായി കുടഞ്ഞും കളഞ്ഞതാണ്. അവൾ ഉപ്പട്ടിയെ നോക്കും. കടലതാ ഉള്ളിൽ, അതേ കടലെന്ന് ഉപ്പട്ടി കണ്ണിറുക്കും. അവൾ തൊട്ടു നോക്കും. ഉടലാഴത്തിൽ, ഉയിരാഴത്തിൽ, കടലാഴത്തിൽ, അതേ കടൽ. ഉടലാഴത്തിൽ, ഉയിരാഴത്തിൽ, കടലാഴത്തിൽ, അതേ കടൽ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വായനാദിനാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ സ്നേഹവും അറിയിക്കുന്നു. നന്ദി. പ്രഭാഷണകലയുടെ ശബ്ദ സൗന്ദര്യത്തെ അറിയാം. അടുത്തതായി വായനാ ദിനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും എന്ന വിഷയത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി അക്ഷത് അവതരിപ്പിക്കുന്ന പ്രഭാഷണമാണ് അടുത്തത്. കൂട്ടുകാരെ, നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സാറിന്റെ വാക്കുകളിൽ നിങ്ങൾ 1 മണിക്കൂറെങ്കിലും വായിക്കൂ, അത് നിങ്ങളെ അറിവിന്റെ ഉന്നതകളിലേക്ക് എത്തിക്കുമെന്നാണ്. അറിവിന്റെ അനന്ത വിഹായസാണ് വായനയിലൂടെ നമുക്ക് തുറന്നു തരുന്നത്. കൂട്ടുകാരെ, ഒരു എഴുത്തുകാരന്റെ ജീവിതാനുഭവങ്ങൾ എഴുത്തുമൂശയിലിട്ട് പഴുപ്പിച്ചെടുത്തതാണ് പുസ്തകങ്ങൾ. ഇത്തരം ചൂടേറിയ അനുഭവങ്ങൾ നമ്മുടെ നാട്ടിന്റെ നവോത്ഥാന പ്രക്രിയകൾക്ക് ആക്കം കൂട്ടുകയും വെളിച്ചം പകരുകയും ചെയ്യുന്നു. കൂട്ടുകാരെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമൂഹത്തിന് വായനാശീലം കുറയുക എന്നത് വളരെയധികം മോശമായ കാര്യമാണ്. അത് നമുക്ക് തിരുത്തണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാലോ വളയും. അങ്ങനെ വളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. ആധുനിക ജീവിതത്തിലും വായന വളരെയധികം അത്യാവശ്യമാണ്. ഈ യന്ത്രവൽകൃത ലോകത്ത് വായന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നാം പുതുതലമുറക്ക് അത് തിരുത്തി എഴുതാൻ സാധിക്കട്ടെ. കൊണ്ടിലിരിക്കുന്ന തവളക്കുഞ്ഞിന് കുന്നിന്മേലെ പറക്കാൻ ചിറകു നൽകുന്നതാണ് വായന എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ശാരീരിക വളർച്ചയ്ക്ക് വേണ്ടത് ഭക്ഷണമാണെങ്കിൽ മനസ്സിന്റെ വളർച്ചയ്ക്ക് വേണ്ടത് വായനയാണ്, വായനയാണ്, വായനയാണ് എന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ബാലസാഹിത്യത്തിൽ ശ്രദ്ധേയയായ എഴുത്തുകാരിയാണ് P. ജഗതി. കുട്ടികളിൽ ശാസ്ത്രജ്ഞാനവും ഭാഷാസ്നേഹവും മൂല്യബോധവും വളർത്തുന്ന ആശയങ്ങളാണ് ജഗതിയുടെ കഥകളിൽ ഉള്ളത്. കൺഫ്യൂഷനിലായ കുട്ടികളും ജെറിയുടെ പരിഹാരവും എന്ന P. ജഗതി എഴുതിയ പുസ്തകത്തെ പരിചയപ്പെടാം സാഹിത്യവാണിയിൽ അടുത്തതായി. നമസ്കാരം. പ്രശസ്ത കവയത്രി ശ്രീ P. ജഗതി എഴുതിയ വളരെ മനോഹരമായ നോവലാണ് കൺഫ്യൂഷനിലായ കുട്ടികളും ജെറിയുടെ പരിഹാരവും. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ജെറി എന്ന കുഞ്ഞനലയും അപർണക്കുട്ടിയുമാണ്. ഈ നോവൽ എന്നെ അതിശയപ്പെടുത്തി. ലോകമെമ്പാടുമുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയ കാർട്ടൂൺ കഥാപാത്രമായ ജെറി എന്ന കുഞ്ഞനലിയെ കൂട്ടുപിടിച്ച് അപർണക്കുട്ടി എന്ന മിടുമിടുക്കി നടത്തുന്ന സ്വപ്ന സഞ്ചാരമാണ് ഈ നോവൽ.
തനിക്ക് ചുറ്റും തിടം വെച്ചു വരുന്ന പ്രായോഗിക ലോകത്തെ കൺഫ്യൂഷനുകൾ അവൾ ജെറിയുടെ സഹായത്തോടെ തരണം ചെയ്യുന്നു. ഓട്ടോ വണ്ടി ടൂർ, ടോം ആൻഡ് ജെറി, മനുഷ്യത്വം എന്നിങ്ങനെ വ്യത്യസ്ത 18ഓളം അധ്യായങ്ങൾ ഈ നോവലിലുണ്ട്. ഇതിലെ ഒരു അധ്യായമാണ് മനുഷ്യത്വം. മനുഷ്യർ തമ്മിൽ യാതൊരു വേർതിരിവും പാടില്ല. ജാതി, മതം, സ്ത്രീ പുരുഷ വിവേചനമില്ലാതെ നാം ഒന്നിച്ചു നിന്നാൽ ഈ ലോകം എത്ര സുന്ദരം. നന്ദി, നമസ്കാരം. സാഹിത്യവാണിയുടെ ആദ്യ പ്രക്ഷേപണം ശ്രവിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി. ശബ്ദ സാന്നിധ്യം കൊണ്ട് സാഹിത്യവാണിയുടെ അണിയറയിൽ പ്രവർത്തിച്ചവർ ശ്രീലക്ഷ്മി, ഐഷാൻ, ആവണി അനൂപ്, ശ്രേയ, അവന്തിക, അനുപ്രിയ, ദേവനന്ദ, അശ്വതി, സഞ്ജന, അക്ഷത്, ആതിര, രമ്യ ടീച്ചർ, സ്വാതി ടീച്ചർ, പങ്കജാക്ഷൻ മാഷ്, ശൈല ടീച്ചർ. ആശയം ആവിഷ്കാരം നിർവഹണം വിദ്യാരംഗം കലാസാഹിത്യവേദി മലയാള വിഭാഗം. ഇത്രയും നേരം സാഹിത്യവാണിയെ ശ്രവിച്ച പ്രിയ ശ്രോതാക്കൾക്ക് നന്ദി. ഏവർക്കും ഒരിക്കൽ കൂടി വായനാ ദിനാശംസകൾ. സാഹിത്യവാണിയുടെ അടുത്ത പ്രക്ഷേപണം ജൂലൈ 5 ബഷീർ ദിനത്തിൽ. കേൾക്കണേ, കൂട്ടുകൂടണേ.